വെട്ടിത്തെളിയാത്ത എത്രയോ കോമരങ്ങളെ നിങ്ങൾക്ക് കാവില് കാണാൻ പറ്റും. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ചുമ്മാ ഒരു വാളെടുത്താൽ വെളിച്ചപ്പാടല്ല, അഥവാ കോമരമല്ല. അപ്പൊ ചോദിക്കും, ഈ അടിയാൾ തമ്പുരാൻ കൊടുങ്ങല്ലൂരിൽ വെളിച്ചപ്പാടല്ലേ എന്ന്. അദ്ദേഹവും വെളിച്ചപ്പാടല്ല, കൊടുങ്ങല്ലൂരിൽ വെളിച്ചപ്പാടില്ല. അമ്മേശ്വരണം ദേവീശ്വരണം. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരാൾക്ക് എങ്ങനെ കോമരമായി മാറാം എന്നുള്ളതിനെ കുറിച്ചാണ്. കാരണം അതിന് ചില നിഷ്ഠകളും അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുകളുമുണ്ട്. മാത്രമല്ല ഭൂരിഭാഗം പേർക്കും പാരമ്പര്യം വേണം എന്നുള്ളതാണ്. ഇത് ഒരു കോമരമാവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും അതേപോലെ തന്നെ പൊതുജനങ്ങൾക്ക് യഥാർത്ഥ കോമരത്തെ തിരിച്ചറിയുന്നതിനും സഹായമാകും. അതിനു മുൻപ് നിങ്ങൾ അറിയേണ്ടത് കൊടുങ്ങല്ലൂരിൽ വെളിച്ചപ്പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഭരണിക്ക് കൊടുങ്ങല്ലൂരിൽ വരുന്നതൊക്കെ ആരാ എന്ന്. കൊടുങ്ങല്ലൂരിൽ ഭരണിക്ക് വാളുമേന്തി അരമണിയും ചിലമ്പും ധരിച്ച് കച്ച കെട്ടി വരുന്നവരൊക്കെ അറിയപ്പെടുന്നത് കോമരങ്ങൾ എന്നാണ്. അവരിൽ പലരും അവരവരുടെ നാട്ടിലോ കാവുകളിലോ ക്ഷേത്രങ്ങളിലോ വെളിച്ചപ്പാടുമാരായേക്കാം. പക്ഷേ അവർ കൊടുങ്ങല്ലൂർ കാവിലെത്തുന്നത് ദാരികനുമായിട്ടുള്ള സാക്ഷാൽ ശ്രീഭദ്രകാളിയുടെ യുദ്ധത്തില് അമ്മയെ സഹായിക്കാൻ അമ്മയുടെ പടയാളികളായിട്ടാണ്. അവര് കോമരങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോ ചോദിക്കും, ഈ അടിയാൾ തമ്പുരാൻ കൊടുങ്ങല്ലൂരിലെ വെളിച്ചപ്പാടല്ലേ എന്ന്. അദ്ദേഹവും വെളിച്ചപ്പാടല്ല, കൊടുങ്ങല്ലൂരിൽ വെളിച്ചപ്പാടില്ല. അതിന്റെ കഥയും ഇനി എന്ന് ഒരു വെളിച്ചപ്പാടുണ്ടാവും എന്നതുമൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇപ്പോ ഒരു കോമരമാവുന്നതിനുള്ള യോഗ്യതകൾ, നിഷ്ഠകൾ, ഇതിനെക്കുറിച്ചൊക്കെ പറയാം. അതായത് വർഷങ്ങളായിട്ട് ഭരണിക്ക് വന്നിട്ടും നൃത്തം വന്നിട്ടും വെട്ടിത്തെളിയാത്ത എത്രയോ കോമരങ്ങളെ നിങ്ങൾക്ക് കാവില് കാണാൻ പറ്റും. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അത് ഒരു യോഗമാണ് എന്നുള്ളതാണ്. അതായത് ഭഗവതിയുടെ അനുഗ്രഹം കിട്ടണം. ചുരുക്കത്തില് വാളെടുത്തവൻ വെളിച്ചപ്പാടല്ല, അഥവാ കോമരമല്ല എന്ന്. ഇനി പാരമ്പര്യം വേണോ എന്ന് ചോദിച്ചാൽ പാരമ്പര്യം നിർബന്ധമില്ല. അതായത് ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും ഭഗവതിയെ ഉപാസിച്ച് യോഗമുണ്ടെങ്കിൽ കോമരമാവാം. വെട്ടിത്തെളിയിക്കൽ ചടങ്ങിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെട്ടിത്തെളിയിക്കലിന് വന്ന കോമരങ്ങൾക്ക് നമ്മൾ വെട്ടിത്തെളിയിക്കുന്നതിന് മുമ്പ് ആയിട്ട് നമ്മൾ നോക്കും അവരിൽ ചൈതന്യമുണ്ടോ എന്ന് നോക്കി. ചൈതന്യമുണ്ടെങ്കിൽ തന്നെ നമ്മൾ അവരുടെ പെർമിഷൻ എടുത്തതിന് ശേഷം മാത്രമേ ചെയ്യാറുള്ളൂ. ഭാര്യയെ വെട്ടിത്തെളിക്കണമെങ്കിൽ ഭർത്താവിൻ്റെ പെർമിഷൻ വേണം. അത് ഞങ്ങളുടെ ബുക്കുണ്ട്, അവിടെ രജിസ്റ്ററിൽ അതിൽ എൻട്രി ചെയ്ത് വെട്ടിത്തെളിച്ച് വ്യക്തിയുടെ പേരും നാളൊക്കെ എഴുതി ഡേറ്റൊക്കെ എഴുതി വെച്ചതിന് ശേഷം അത് ചെയ്ത് വെട്ടിത്തെളിയിച്ച് കഴിഞ്ഞാൽ ആ ശിരസിൽ ഞങ്ങൾ പ്രസാദം വെച്ച് അവരെ അമ്പലത്തിൽ തൊഴാൻ അകത്തേക്ക് വിടും. തൊഴുത് വന്ന് കുളി കഴിഞ്ഞ് വന്ന് ഞങ്ങളെ വന്ന് കണ്ട് കാലുതൊട്ട് വന്നിച്ച് അവർക്ക് ഞങ്ങൾ അനുഗ്രഹം കൊടുക്കും. അതിന് ഞങ്ങൾ ആകെ സ്വീകരിക്കുന്ന ദക്ഷിണയായിട്ട് പണ്ട് കാലത്ത് എന്തൊക്കെ സ്വീകരിച്ചെന്ന് അറിയില്ല. പക്ഷെ ഞാൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങളത് ഫിക്സഡ് റേറ്റ് ആക്കി വെച്ചു. 101 രൂപയായി ദക്ഷിണ. അതായത് വെട്ടിത്തെളിയിക്കലിന് വേണ്ടി 101 രൂപയാണ് വാങ്ങാറ്. ഏകദേശം 50-60 കോമരങ്ങൾ വെട്ടിത്തെളിയും. അത് ഇവിടെയും ചെയ്യും, ഞങ്ങളുടെ തറവാട്ടിലും ചെയ്യും, പ്ലാപ്പള്ളി തറവാട്ടിലും ചെയ്യും, ഇവിടെയും ചെയ്യും. അപ്പം ഇവിടെ ചെയ്യുന്നതാണ് പറഞ്ഞാൽ 50-60 എണ്ണം ഉണ്ടാവും. അത് വെട്ടിത്തെളിയിക്കൽ ചടങ്ങ് കഴിഞ്ഞ് പ്രസാദം കൊടുക്കും. അപ്പം ഇതേമാതിരി വെട്ടിത്തെളിഞ്ഞ 500 കോമരങ്ങളെ ഞങ്ങൾ ഏകദേശം വെട്ടിത്തെളിച്ച് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതിനു മുൻപ് ഞാൻ. അപ്പോൾ അവരെല്ലാവരും വാളും ചിലമ്പും അരമണിയായിട്ട് അവർ ക്ഷേത്രത്തിലേക്ക് രേവതി നാൾ രാവിലെ എത്തും. രേവതി നാൾ രാവിലെ അവർ വന്നു കഴിഞ്ഞാൽ അമ്പലത്തിൽ കയറി തൊഴുത് ഭഗവതിയെ തൊഴുത് പ്രദക്ഷിണം വച്ച് നമ്മുടെ തറയിൽ വന്നു. തറയിൽ നമുക്ക് വാള് തന്നു കാലിട്ട് അനുഗ്രഹം വാങ്ങിച്ച് നമ്മുടെ മുമ്പിൽ നിന്ന് വെട്ടിയിട്ടൊക്കെയാണ് പോണത്. അത് കഴിഞ്ഞ് അവർ പിന്നെ രേവതി വിളക്ക് വൈകുന്നേരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അന്ന് പിന്നെ അവരവർക്ക് കിട്ടിയിട്ടുള്ള തറകളിലൊക്കെ അവർ കാൽത്തറകളിൽ റെസ്റ്റ് എടുത്ത് ചില കലശവും കർമ്മങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്, പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. അത് കഴിഞ്ഞാൽ തിരുവഞ്ചിക്കുളത്ത് പിന്നെ പാമ്പും മേക്കാട് പോവും തിരുവഞ്ചിക്കുളം. അത് കഴിഞ്ഞ് രേവതി വിളക്കും കഴിഞ്ഞ് വെളുപ്പിനെ അശ്വതി രാവിലെ തന്നെ അവർ കായൽ കുളിക്ക് പോകും. കായൽ കുളിക്ക് എല്ലാവരും പോയി കായൽ കുളി കഴിഞ്ഞ് അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുന്നേ തന്നെ ചേല കെട്ടി അവിടുന്ന് വൃത്തിയായി പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ കാവ് തീണ്ടണ വരയ്ക്കും അമ്പലപ്പറമ്പുകളിൽ തുള്ളി മേളത്തോടു കൂടിയൊക്കെ തുള്ളി നടന്ന് വൈകുന്നേരം 12 മണിക്ക് കാവ് തീണ്ടുന്നതിൽ നട അടയ്ക്കും. പൂജയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് തറവാട്ടിൽ നിന്ന് അശ്വതി 12 മണി കഴിഞ്ഞാൽ പിന്നെ ആ തറവ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള അവകാശമില്ല. പിന്നെ കാവ് തീണ്ടൽ കഴിയണം.
അപ്പം 12 മണിക്ക് നട അടച്ചു കഴിഞ്ഞാൽ ഞങ്ങളവിടെ നിന്നും ത്രികാല പൂജയ്ക്ക് അവർ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തറവാട്ടിൽ പോകും. തറവാട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ച് ശുദ്ധിയാക്കി പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കാവുതീണ്ടലിന് ഞങ്ങൾ ഇങ്ങോട്ട് എഴുന്നള്ളത്തിന് ഞങ്ങൾ അവിടുന്ന് കോമരങ്ങളെയും കൂട്ടി ഞങ്ങൾ അവിടെ തറവാട്ടിൽ വന്നിട്ടുള്ള കോമരങ്ങളെയും കൂട്ടി അവിടുന്ന് പുറപ്പെടും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം ഒരു 3 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ഈ തറയിൽ വന്നിരിക്കും. പിന്നെ തമ്പുരാൻ്റെ മറ്റേ കുട ഉയർത്തൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാവുതീണ്ടൽ കഴിഞ്ഞാൽ ഈ കോമരങ്ങളെല്ലാവരും അമ്പലത്തിന് ചുറ്റും വലം വെച്ച് ഓടി വെട്ടിത്തെളിഞ്ഞ് ചോരയോടുകൂടി എഗെയിൻ ഞങ്ങളുടെ അടുത്തേക്ക് വരും. ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾ അവർ നെറ്റിയിലെല്ലാം പ്രസാദം വെച്ച് അവരെ ശുദ്ധി ചെയ്ത് അവർ പോകും. പിന്നെ പിറ്റേ ദിവസം ഭരണി രാവിലെ ചില ആളുകളെല്ലാം അന്ന് തന്നെ പോകും. അപ്പം അന്ന് അവരെ വന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു വർഷത്തേക്ക് വേണ്ട പ്രസാദം വാങ്ങി അവർ പാക്ക് ചെയ്ത് ഇതും കഴിഞ്ഞ് ഞങ്ങളുടെ കാല് തൊട്ട് വന്നിച്ച് ആ വാള് തൊട്ട് അവർ പോകും. ഇതോടുകൂടി പിറ്റേ ദിവസം ഞങ്ങൾ 11 മണിക്ക് അവിടെ ഒരു മേളം വരും. ആ മേളം വന്ന് നട അടച്ച് കിടക്കുകയാണല്ലോ. മേളം വന്നു കഴിഞ്ഞ് അത് വരണ വരെ ഞങ്ങളവിടെ ഇരിക്കും. ആ മേളം കഴിഞ്ഞ് എല്ലാ ജനങ്ങളും പോയി തുടങ്ങുമ്പോൾ ഞങ്ങൾ തറവാട്ടിലേക്ക് മടങ്ങും. തറവാട്ടിൽ വന്ന് മടങ്ങി പള്ളിവാള് കഴുകി ശുദ്ധി ചെയ്ത് അറയിൽ വെച്ച് നടയടയ്ക്കും. നടയടച്ചു കഴിഞ്ഞാൽ പിന്നെ 7-ാം പൊക്കെ ഞങ്ങൾ നട തുറക്കും. ഇതോടുകൂടി ഞങ്ങളുടെ ആ വർഷത്തെ ഭരണിയുടെ ചടങ്ങുകൾ അവസാനിക്കും. പിന്നെ ഞങ്ങൾ നട തുറപ്പിന് ഞങ്ങളവിടെ നട തുറന്നു, അറ തുറന്നു. പിന്നെ എല്ലാ മാസവും 5 ദിവസം 5 മലയാള മാസം നട തുറക്കും. പിന്നെ 5 ഇംഗ്ലീഷ് ദിവസവും നട തുറക്കും. അന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് അവിടെ കയറി ദർശനം നടത്താവുന്നതാണ്.